നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട കുറ്റാരോപിതർ താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് വരുന്നത് തടയുമെന്ന നടി ശ്വേത മേനോന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സംഘടനയ്ക്കുള്ളിൽ വാക്പോര് രൂക്ഷമാകുന്നു. റിപ്പോർട്ടിൽ പേരുള്ളതും എന്നാൽ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നതുമായ ആ കുറ്റാരോപിതർ ആരൊക്കെയാണെന്ന് ശ്വേത പരസ്യമായി വെളിപ്പെടുത്തണമെന്ന് നടി മാല പാർവതി തുറന്നടിച്ചു. ശ്വേത വെളിപ്പെടുത്താൻ മടിക്കുന്ന പേരുകൾ പുറത്തുവന്നാൽ താരസംഘടനയിൽ ഒരു ഭൂകമ്പം തന്നെ ഉറപ്പാണ് എന്നിരിക്കെ കൃത്യമായ പേരുകൾ വ്യക്തമാക്കാതെയുള്ള അപൂർണമായ പ്രസ്താവനകൾ അനാവശ്യ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും മാത്രമേ വഴിതുറക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. അമ്മ സംഘടനയെ രക്ഷിക്കാനായി ശ്വേത മേനോൻ ശക്തമായി പോരാടുകയാണെന്ന അവകാശവാദത്തോടെ പുറത്തുവന്ന കുറിപ്പിനോട് പ്രതികരിക്കുകയായിരുന്നു മാല പാർവതി. താൻ സംഘടനയിൽ ഉള്ളിടത്തോളം കാലം ആരോപണ വിധേയരായ പവർ ഗ്രൂപ്പ് തലപ്പത്തേക്ക് വരില്ലെന്നും അതിനായി ഏതറ്റം വരെയും പോകുമെന്നും ശ്വേത മുൻപ് കടുപ്പിച്ചു പറഞ്ഞിരുന്നു. ഈ നിലപാടിലെ സാങ്കേതികത്വത്തെയും വ്യക്തതയില്ലായ്മയുമാണ് മാല പാർവതി ചോദ്യം ചെയ്യുന്നത്. പൊതുസമൂഹത്തിലും മാധ്യമങ്ങളിലും നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ബാബുരാജ്, സിദ്ദിഖ്, ഇടവേള ബാബു എന്നിവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരിട്ട് പരാമർശിക്കപ്പെട്ടവയല്ല എന്ന് മാല പാർവതി വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇവർ തങ്ങൾ ഇനി സംഘടനയുടെ തലപ്പത്തേക്ക് വരില്ലെന്ന് മുൻപ് തന്നെ പരസ്യമായി നിലപാടെടുത്തവരുമാണ്. നിലവിൽ പൊതുയോഗം നിയോഗിച്ച ഇടക്കാല അഡ്ഹോക് സമിതിയിലും ഇവർ അംഗങ്ങളല്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ ബാബുരാജും സിദ്ദിഖും ഇടവേള ബാബുവും അല്ലെങ്കിൽ പിന്നെ ശ്വേത മേനോൻ വിരൽ ചൂണ്ടുന്ന രഹസ്യ കുറ്റാരോപിതർ ആരാണെന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ സ്ഥിതിക്ക് ആ പേരുകൾ പൊതുസംഘടനാ അംഗങ്ങളോടും പൊതുസമൂഹത്തോടും തുറന്നു പറയാനുള്ള ബാധ്യത ശ്വേതയ്ക്കുണ്ട്. അല്ലാത്ത പക്ഷം അത് മറ്റുള്ള നിരപരാധികളായ അംഗങ്ങളെ കൂടി സംശയനിഴലാക്കുമെന്നും മാല പാർവതി വ്യക്തമാക്കി. അതിനിടെ മാല പാർവതിയുടെ പോസ്റ്റിന് താഴെ രൂക്ഷമായ തിരുത്തുമായി നടി പൊന്നമ്മ ബാബുവും രംഗത്തെത്തി. പോസ്റ്റിൽ ശ്വേത മേനോനെ അമ്മയുടെ പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ചത് തെറ്റാണെന്നും രാജിവെച്ചു പോയ അമ്മയുടെ പ്രസിഡന്റ് എന്ന് തിരുത്തി പറയണമെന്നും പൊന്നമ്മ ബാബു പരസ്യമായി ആവശ്യപ്പെട്ടു. പൊന്നമ്മ ബാബുവിന്റെ വിമർശനത്തിന് മാല പാർവതി നൽകിയ മറുപടിയും ശ്രദ്ധേയമായിരുന്നു. ശ്വേതയുടെ പോസ്റ്റിന് മറുപടി നൽകിയപ്പോൾ അങ്ങനെ എഴുതിപ്പോയതാണെന്നും അവർ രാജിവെച്ചത് ഒഴിഞ്ഞതാണെന്ന പൂർണ്ണ ബോധ്യം തനിക്കുണ്ടെന്നും മാല പാർവതി തിരുത്തി. രാജിവെച്ച ഭരണസമിതിയെ ചൊല്ലിയുള്ള ഈ പരസ്യ പോരുകൾ സംഘടനയ്ക്കുള്ളിലെ വിള്ളൽ എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെക്കുകയായിരുന്നു. തുടർന്ന് ഇടക്കാല സമിതിക്ക് ഭരണം കൈമാറിയെങ്കിലും അടുത്ത ഭാരവാഹി തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തി നിൽക്കെ അമരത്തേക്ക് ആരെത്തും എന്നതിനെ ചൊല്ലി വൻ ചേരിതിരിവാണ് സംഘടനയിൽ നടക്കുന്നത്. അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ അണിയറയിൽ കരുനീക്കുന്ന പവർ ഗ്രൂപ്പിലെ പ്രമുഖരുടെ പേരുകൾ ശ്വേത തുറന്നു പറഞ്ഞാൽ അത് മലയാള സിനിമയിൽ വലിയ തിരിച്ചടികൾക്കും പൊട്ടിത്തെറികൾക്കും കാരണമാകും. എന്നാൽ പേരുകൾ പറയാതെ നിഴൽയുദ്ധം നടത്തുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് മാല പാർവതി ഉൾപ്പെടെയുള്ളവർ. WCC പിന്തുണയ്ക്കുന്ന ആശയങ്ങളും അമ്മയ്ക്കുള്ളിലെ ആഭ്യന്തര തിരുത്തൽവാദങ്ങളും സമന്വയിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഒരു വിഭാഗം ശുദ്ധീകരണത്തിനായി വാദിക്കുമ്പോൾ മറുവിഭാഗം പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണുള്ളത്. എന്തായാലും വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പും അമ്മയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായി മാറും.